നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ലോകവും പ്രപഞ്ചവും ജീവിതവും സമഗ്രമായി അറിഞ്ഞ മലയാളികളുടെ പ്രിയ കവി വയലാറിൻ്റെ 45ാം ചരമവാർഷിക ദിനം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വയലാർ ഗാനങ്ങളുടെ ഈരടികളും ശീലുകളും കേൾക്കാതെ മലയാളി ഒരു ദിവസം പോലും പിന്നിടുന്നില്ല. 1975 ഒക്ടോബർ മാസം 27 പുലർച്ചെ 4 മണിക്ക് 47ാമത്തെ വയസ്സിൽ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴായിരുന്നു വയലാർ രാമവർമ്മയുടെ അകാല മരണം. മനുഷ്യജന്മത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുവാനും അവനവന്റെ സർഗശേഷിയെ സമൂഹ നന്മയുടെ സരണിയിലേക്ക് തിരിച്ചുവിടാനും പ്രചോദിപ്പിച്ച വയലാറിന്റെ അനുസ്മരണ ദിനം മിഴി ഗ്രന്ഥശാല അങ്കണത്തിൽ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അക്കരയിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വയലാറിന്റെ കൊച്ചുമകൾ എസ് മീനാക്ഷി വീഡിയോ സന്ദേശത്തിലൂടെ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാനവികത ഉയർത്തിപ്പിടിച്ച കവിയാണ് വയലാറെന്ന് ചെറുമകൾ എസ് മീനാക്ഷി പറഞ്ഞു. എം സുൽഫിഖാൻ റാവുത്തർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിർത്തിയിൽ അൻസാരി, കലാകാരൻ മനു ചക്കുവള്ളി, റിസാദ് ഷോളയാർ എന്നിവർ സംസാരിച്ചു. മിഴി ഗ്രന്ഥശാലയുടെ ഭാരവാഹികൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 27-ാം തീയതി വയലാർ രാമവർമ്മ വയലാറിൽ പുനർജനിക്കുന്ന ദിവസമാണ്. അങ്ങനെ പുനർജനിക്കുന്നത് കണ്ടാണ് ഞാനൊക്കെ വളർന്നത് എന്നതുകൊണ്ട് എനിക്ക് വയലാറൊരു ആവേശമാണ്. ഇന്നൊരു പക്ഷേ കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വയലാറിൽ എന്ന പോലെ തന്നെ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വയലാർ രാമവർമ്മ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. വയലാർ രാമവർമ്മയുടെ ഒരു ദർശനമായിട്ട് നമ്മൾ പറയാറുള്ളത് മാനവികത തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ആ മാനവികതയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനുഷ്യൻ്റെ സർഗാത്മക ശേഷിയിലുള്ള വിശ്വാസമാണ്. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് തരാമോ. രാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻ്റെ കിളുന്നുകൾക്കു നിറയെ പാദസരം നൽകുവാൻ. ഇങ്ങനെ പാദസരങ്ങൾ നിറച്ച് സ്വപ്നങ്ങളുടെ പാദസരങ്ങളാണ് വയലാറിൻ്റെ ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കവിതയുടെ ഒരു അശ്വമേധത്തിൻ്റെ തുടക്കവും കൂടി ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ ലോകവും പ്രപഞ്ചവും ജീവിതവും സമഗ്രമായി അറിഞ്ഞ മലയാളികളുടെ പ്രിയ കവി വയലാറിന്റെ 45ാമത് അനുസ്മരണ ദിനമാണ് ഇന്ന്. നമുക്കറിയാം, മിഴി ഗ്രന്ഥശാല ചക്കുവള്ളിയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനത്തെ വരവേൽക്കുന്നത്. നമുക്ക് അനുസ്മരണ സന്ദേശം നൽകിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയുടെ ചെറുമകൾ എസ് മീനാക്ഷിയാണ്. മീനാക്ഷി വീഡിയോ സന്ദേശത്തിലൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ ദൈവിക പ്രഭാതത്തിനുപരിയായി മനുഷ്യനെ സമഗ്രമായി ഉയർത്തിക്കാട്ടിയ കറയറ്റ മനുഷ്യപക്ഷ മാനവികവാദിയായിരുന്നു വയലാർ. വയലാർ ഗാനങ്ങളുടെ ഈരടികളും ശീലുകളും കേൾക്കാത്ത മലയാളികൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇരങ്ങളെ വെലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ സിന്ദൂരമാലകൾ. വളരെ കൃത്യതയോടുകൂടി എങ്ങനെയാണ് ഒരു ചലച്ചിത്ര രംഗത്ത് ഒരു ഗാനങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള
അത് ആ ഇമ്പമാർന്ന ഗാനങ്ങൾ എഴുതി അത് ചിട്ടപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വയലാർ. നമുക്കറിയാം 1957 ആദ്യത്തെ നിലവിൽ EMSന്റെ മന്ത്രിസഭയിൽ അതിന്റെ ആ കാലഘട്ട ആദ്യ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ബലികുടീരങ്ങളെ എന്നുള്ള ആ ഗാനം ഇന്നും നമ്മുടെ എല്ലാം നാവിൽ മറക്കാതെ തുമ്പുകയാണ്.